വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡ്രാമയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഗ്രീക്ക് ആൻഷ്യൻറ്റ് തിയേറ്റേഴ്സ് എങ്ങനെയാണ് സമകാലിക ഇന്ത്യൻ ഡ്രാമയെ സ്വാധീനിച്ചിട്ടുള്ളത്, അതിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട ഡ്രമാറ്റിസ്റ്റുകൾ, അവരുടെ തിയറീസ്, എന്തെല്ലാം സാങ്കേതിക വിദ്യകളാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ വേദകാലത്തെ സംഭാഷണങ്ങളിൽ നിന്ന് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമയിലേക്കും പിന്നീട് കൊളോണിയൽ, അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഒരു മോഡേൺ ഡ്രാമയിലേക്കും എങ്ങനെയാണ് ഇന്ത്യൻ ഡ്രാമ വളർന്നു വന്നത്, അത്രയും കാര്യങ്ങൾ കൂടി നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒറിജിൻ ഓഫ് ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമയുടെ ഉത്ഭവം എങ്ങനെയാണ്? ഇവിടെ ഇന്ത്യൻ ഡ്രാമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഋഗ്വേദ കാലഘട്ടത്തിൽ നിന്നാണ്. അതായത് ഋഗ്വേദത്തിൽ സംഭാഷണങ്ങളുണ്ട്, അതായത് ഡയലോഗ്സുകളുണ്ട്, ഒരുപാട് സീൻസുകളുണ്ട്, മൃഗങ്ങളും കടങ്കഥകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഥാപാത്രങ്ങളെ, ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് theatres flourished from 1st century BC to 10th century AD. Later, from the 15th century to 19th century, village theatres were created to educate and uplift people. പിന്നെ അത് കഴിഞ്ഞൊരു സമയം കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ഈ ഓരോ സെഞ്ച്വറീസിലും ഓരോ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ആദ്യത്തെ ഒരു 1st സെഞ്ച്വറി മുതൽ ഒരു AD 10th സെഞ്ച്വറി വരെയുള്ള ഡ്രാമകൾ എന്ന് പറയുന്നത് ഡ്രാമകൾക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായ സമയമാണ്. പിന്നീട് 15th to 19th വരെയുള്ള സെഞ്ച്വറീസിലെല്ലാം ഒരുപാട് ഗ്രാമീണ നാടകങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് പ്രധാനമായിട്ടും ഇവർ ഈ ഡ്രാമകൾ യൂസ് ചെയ്യുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതുപോലെ വിദ്യാഭ്യാസം നൽകാനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിലൂടെ അവരുടെ ലക്ഷ്യം ഇതാണ്, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. പിന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് ആണ് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഡ്രാമ വളർന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം പിന്നീട് രാജ്യത്തെങ്ങും വിനോദത്തിന് വേണ്ടിയിട്ട് തിയേറ്റേഴ്സ് വന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഗ്രാമീണ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു, ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം നൽകാനും ഒക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഡ്രാമകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് കൊളോണിയൽ ഭരണകാലത്തും ഇന്ത്യൻ ഡ്രാമകൾക്ക് പ്രാധാന്യം വന്നു തുടങ്ങി. പിന്നെ അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമാണ് പിന്നെ ഇന്ന് ഉള്ള തിയേറ്റേഴ്സ് പോലെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള പർപ്പസോട് കൂടിയിട്ട് തിയേറ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. അത് എന്താണ് ഡ്രാമ, അതുപോലെ ഗ്രീക്ക് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്രാമ ഈസ് ദ പെർഫോമൻസ് ഓഫ് ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ ഇവൻറ്റ്സ് ടു ഡയലോഗ്സ് ഇൻ പ്രോസ് ഓർ പോയട്രി. നമുക്കറിയാം, ഗദ്യത്തിലോ അതുപോലെ പദ്യത്തിലോ ഉള്ള സംഭാഷണങ്ങളിലൂടെ സാങ്കല്പികമോ യാഥാർത്ഥ്യമോ ആയ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഈ നാടകമെന്ന്. ഇപ്പോൾ ജീവനുള്ള ആളുകൾ ഒരു സ്റ്റേജിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ നടത്തുന്ന തിരഞ്ഞെടുത്ത പ്രവർത്തനങ്ങളുടെ അവതരണമാണ് ഡ്രാമ എന്ന് ജെയിംസ് ടി വാട്സൺ അഭിപ്രായപ്പെടുന്നു. നമ്മളിവിടെ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഡ്രാമയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഡ്രാമയെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് ജനറലായിട്ട് നമ്മൾ ഡ്രാമയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അവിടെ നിന്ന് തുടങ്ങി ഓരോ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ഇവിടെ ഇന്ത്യൻ ഡ്രാമയിലേക്ക് വന്നിട്ടുള്ള സ്വാധീനം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ നാടകത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ഗ്രീക്ക് തിയേറ്റേഴ്സും അതുപോലെ പാശ്ചാത്യ തിയേറ്റേഴ്സും ഒക്കെയാണ്. അതായത് ആൻഷ്യൻ്റ് കാലഘട്ടത്തിൽ തിയേറ്റേഴ്സും ഗ്രീക്ക് തിയേറ്റേഴ്സും ഒക്കെയാണ് കൂടുതലായിട്ടും ഇന്ത്യൻ ഡ്രാമയെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമകളെല്ലാം ഒരു 2000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ വികസിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, ഈ സംസ്കൃത രേഖകളിലൊക്കെ അതിൻ്റെ ഒരു ചരിത്രം സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളിൽ നിന്നും അതുപോലെ ഗ്രീക്ക് തിയേറ്റേഴ്സിൽ നിന്നുമെല്ലാം സ്വാധീനം ഉൾക്കൊണ്ടിട്ടാണ് ഇന്ത്യൻ ഡ്രാമ വളർന്നു വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് റൂട്ട്സ് ഇൻ ഋഗ്വേദ ആൻഡ് സാൻസ്ക്രിറ്റ് ഡ്രാമ. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ്. അവിടെ സംഭാഷണ രൂപത്തിലുള്ള സ്തുതിഗീതങ്ങളും കഥകളും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട earliest Sanskrit playwrights-നെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ അശോകോശ, സെക്കൻഡ് വൺ ഭാസ. അശോകോശ ഓഥർ ഓഫ് ബുദ്ധചരിത,
ബാസ, റോഡ്, ഊരുഭംഗ് ആൻഡ് കർണഭാരം. ഇത് രണ്ടും പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് ട്രാജഡീസാണ് അന്നത്തെ. ദെൻ ഇങ്ങനെ സംസ്കൃത നാടകം പ്രവർത്തനങ്ങൾ കൊണ്ട് ആക്ഷൻ ഉണ്ട്, അതിനകത്ത് മ്യൂസിക് ഉണ്ട്, അതുപോലെ ഡാൻസ് ഉണ്ട്. ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും നൂറ്റാണ്ടുകൾക്ക് അനുസരിച്ച് അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഋഗ്വേദയിൽ പറയുന്ന സമയത്ത് സംഭാഷണ രൂപത്തിലുള്ള സ്തുതികളും കഥകളുമാണ്. സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് പറയുന്നത് അവിടെ ആക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്. ഇതെല്ലാം പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഒറിജിൻ ആൻഡ് നാട്യശാസ്ത്ര. എങ്ങനെയാണ് ഇന്ത്യൻ തിയേറ്റേഴ്സ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതുപോലെ തന്നെ നാട്യശാസ്ത്രയ്ക്ക് ഇതിനുള്ള പ്രാധാന്യമുണ്ട്. സോ ഒരു 5000 വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുണ്ട് ഇന്ത്യൻ ഡ്രാമയുടെ ചരിത്രത്തിന്. മാത്രമല്ല ഇവിടെ ലോകത്തിലെ ആദ്യത്തെ നാടകശാസ്ത്ര ഗ്രന്ഥം, ഫസ്റ്റ് ഡ്രമാറ്റർജി ടെക്സ്റ്റാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അപ്പോൾ ഒരു BC 2000 എഴുതപ്പെട്ട നാടകത്തിൻ്റെ ഒരു വിശുദ്ധ പുസ്തകം എന്നാണ്, ദ ഹോളി ബുക്ക് ഓഫ് തിയേറ്റർ എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ രാമായണത്തിലും മഹാഭാരതത്തിലും ഉള്ള പരാമർശങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്യശാസ്ത്രത്തിന് മുന്നേ തന്നെ ഇന്ത്യയിൽ നാടകം ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിങ് ആ രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് റെസിറ്റേഷൻ, അതായത് സിംഗിങ്, ഡാൻസിങ്, അതിൻ്റെയൊക്കെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി. അപ്പോൾ ആദ്യമൊക്കെ ഡ്രാമ ജസ്റ്റ് ഇങ്ങനെ കഥ പറയുന്നത് പോലെ അങ്ങനെ തുടങ്ങിയതായിരുന്നു ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമയുടെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പറയുന്നത് ഗ്രീസിലും റോമിലൊക്കെ പൊതു തിയേറ്ററുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ ഈ ക്ലാസിക്കൽ തിയേറ്ററുകൾ എന്ന് പറയുന്നത് ഈ രാജസദസ്സിലൊക്കെ രാജാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഇവിടുത്തെ. അപ്പോൾ ഗ്രീസിലും റോമിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവിടെയൊക്കെ ഒരു പബ്ലിക് തിയേറ്റേഴ്സ് അന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി വീണ്ടും മനസ്സിലാക്കുന്നത് ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സാൻസ്ക്രിറ്റ് തിയേറ്റേഴ്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാൻസ്ക്രിറ്റ് തിയേറ്റർ എന്ന് പറയുന്നത് കോർട്ട് തിയേറ്റർ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ തുടക്കത്തിലൊക്കെ രാജ്യസദസ്സിലെ ഡ്രാമകളായിരുന്നു ഈ സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉണ്ടായത്. പ്ലേസ് വർ മെയിൻലി ഓഫ് 2 types, നാടക വിച്ച് ഫീച്ചേർഡ് കിങ്സ് ആൻഡ് സെലസ്റ്റിയൽ ബീയിങ്സ് ആൻഡ് പ്രകാരണ വിച്ച് ഫീച്ചേർഡ് മിഡിൽ ക്ലാസ് പീപ്പിൾ. So this is different from the Greek division of tragedy and comedy. അപ്പോൾ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത് രാജാക്കന്മാരും ദേവന്മാരും കഥാപാത്രങ്ങളായിട്ടുള്ളതായിരുന്നു. പ്രകാരണ എന്ന് പറയുന്നത് സാധാരണ മധ്യവർഗക്കാരാണ് ഇതിനകത്ത് കഥാപാത്രങ്ങൾ. ഇത് ഗ്രീക്ക് ട്രാജഡിയിൽ നിന്നും കോമഡിയിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. സോ ഇവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത്, സാൻസ്ക്രിറ്റ് വാസ് യൂസ്ഡ് ഫോർ റൂളേഴ്സ് ആൻഡ് ഗോഡ്സ് വൈൽ പ്രകൃതി വാസ് യൂസ്ഡ് ഫോർ അതേഴ്സ്, മേക്കിംഗ് ദി പ്ലേസ് ബൈലിംഗ്വൽ. അപ്പോൾ സംസ്കൃതം രാജാക്കന്മാരും ദേവന്മാരും ഉപയോഗിക്കുമ്പോൾ പ്രാകൃതം മറ്റുള്ളവരും. അപ്പോൾ അതിനാൽ ഈ നാടകങ്ങളിൽ ഒരു ദ്വിഭാഷാ സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു ബൈലിംഗ്വൽ സ്വഭാവമുള്ളതായിരുന്നു അന്നത്തെ പ്ലേസ് എല്ലാം. പിന്നീട് ഒരു 2 to 3 സെഞ്ച്വറീസിൽ എഴുതപ്പെട്ടിട്ടുള്ള 300ഓളം സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ഉണ്ട് വേറെ. അതിനകത്ത് പ്രധാനമായിട്ടും സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്, അതായത് നായക, നായിക, അതുപോലെ വിദൂഷക, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ എർലി റെഫറൻസസ് ടു പ്ലേസ് ലൈക്ക് കംസവദ ആൻഡ് ബാലിബന്ധ അപ്പിയർ ഇൻ പതഞ്ജലീസ് വർക്ക്സ്. ഇനി ഏർലിയസ്റ്റ് തിയേറ്റർ ബിൽഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നത്, അവയെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് സിദ്ധബംഗ, ഖണ്ഡഗിരി പോലെയുള്ള കേവ്സുകൾ. അതിനകത്ത് നിന്ന് 3rd to 2nd century BCയിൽ നമുക്കതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് തിയേറ്ററിൻ്റെ ബിൽഡിങ് എങ്ങനെയൊക്കെ ആയിരുന്നു, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഏർലി എവിഡൻസ് ആൻഡ് പെർഫോമൻസ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ തിയേറ്റർ ബിൽഡിങ്സിനെ കുറിച്ച് നമുക്ക് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നുള്ളത് പോലെ തന്നെയാണ് എങ്ങനെയാണ് പെർഫോമൻസ് സ്റ്റൈൽ, പണ്ടത്തെ ഡ്രാമകളുടെ പെർഫോമൻസ് സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ പറ്റുന്നത്. അതായത് പാല്യസുത്തകളുണ്ടായിരുന്നു. പാല്യസുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ഇതുപോലെ തിയേറ്റർ ട്രൂപ്സുകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചീഫ് ആക്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഡ്രാമ പെർഫോം ചെയ്യുന്ന രീതികൾ, അതായത് പ്രധാനപ്പെട്ട ഒരു നടൻ്റെ നേതൃത്വത്തിൽ
ഉള്ള നാടക സംഘങ്ങൾ. അപ്പോൾ അവർ നൃത്തവും പാട്ടും കഥ പറച്ചിലും അതിൻ്റെയൊക്കെ കൂടെ നാടകത്തിന് അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ പണ്ടത്തെ പാഠ്യപുസ്തകങ്ങളിൽ നിന്ന് ആ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടെറാക്കോട്ട മാസ്ക് ഫൗണ്ട് ഇൻ ചിരണ്ട്, ബീഹാറിലെ ചിരണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടെറാക്കോട്ട മാസ്ക് തിയേറ്റേഴ്സ് എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് പെർഫോം ചെയ്യുന്ന സമയത്ത് മാസ്കുകൾ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തിയേറ്റേഴ്സ് എത്രമാത്രം പുരോഗതി പ്രാപിക്കുന്നുണ്ട്, വികസിച്ചിരുന്നു എന്ന് കാണിക്കാൻ അങ്ങനത്തെ തെളിവുകളാണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഭരതമുനി അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിൽ പ്രതിശീർഷ മാസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കിരീടവും കേശ അലങ്കാരവുമുള്ള കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന, മുഖം കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള മുഖംമൂടികൾ, മാസ്കുകൾ. അപ്പോൾ അതും ഒരു തെളിവുകളാണ് നമുക്ക് അന്നത്തെ ഡ്രാമയുടെ പെർഫോമൻസ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ പതഞ്ജലിയുടെ മഹാഭാഷ്യ gives the first reference to early forms of classical സാൻസ്ക്രിറ്റ് ഡ്രാമ. അതായത് പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിൽ നിന്ന് ക്ലാസിക്കൽ സംസ്കൃത നാടകത്തിൻ്റെ ആദ്യ രൂപത്തിലുള്ള അതിനെക്കുറിച്ചും അവ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ തിയേറ്റർ കമ്പൈൻഡ് ഡ്രാമ, മ്യൂസിക് ആൻഡ് ഡാൻസ് ഫ്രം ദ വെരി ബിഗിനിങ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുന്നത് സംഗീതം കൊണ്ടും നൃത്തം കൊണ്ടും എല്ലാം കൊണ്ടും സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഴയ കാലത്തിലുള്ള ഡ്രാമാസ് എങ്ങനെയാണ്, പെർഫോമൻസ് സ്റ്റൈൽ എങ്ങനെയാണ്, ബിൽഡിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി പറയുന്നത് ഇൻട്രാക്ഷൻ വിത്ത് വെസ്റ്റേൺ തിയേറ്റർ അണ്ടർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ഇന്ത്യൻ ഡ്രാമയും പാശ്ചാത്യ നാടകങ്ങളും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആവല്ല, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബാലൻസ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയത്, എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. When the British came to India, Indian and Western theatre interacted directly for the first time. During imperial rule, തിയേറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. ആദ്യം തിയേറ്ററിൽ ഒരു വിനോദത്തിന് വേണ്ടി മാത്രമായിട്ടായിരുന്നു ഡ്രാമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നീട് ഡ്രാമകളെല്ലാം റിയലിസ്റ്റിക്കായിട്ട് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ സ്വാഭാവികതയോട് കൂടിയിട്ടുമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് മുന്നേ ഈ സ്വാഭാവികത ഇല്ലാത്തത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമില്ലാത്തത്? ഇപ്പോൾ മുന്നേയുള്ള കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോഴും ഇതിഹാസങ്ങൾ എന്നൊക്കെയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ആധുനിക നാടകത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നുള്ള പുതിയ കഥകളൊക്കെ വന്നു. അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി മാറി. ഇത് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ നിന്ന് സമകാലിക ഇന്ത്യൻ നാടകത്തിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. പറഞ്ഞു വന്നത്, മുന്നേയുള്ള കാലത്ത് പ്രസൻറ്റ് ചെയ്ത ഡ്രാമകളിലെല്ലാം ഈ പറയുന്ന യാഥാർത്ഥ്യബോധങ്ങളോ അല്ലെങ്കിൽ റിയൽ ലൈഫിലെ ഇൻസിഡൻസോ ഒന്നുമില്ല. അവിടെ ഇതിഹാസങ്ങൾ എടുക്കുന്ന ചെറിയ കഥകളെ ആസ്പദമാക്കിയിട്ട് മാസ്കുകൾ ഉപയോഗിച്ചിട്ടും അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് വന്നൊരു മാറ്റം ആധുനികതയിലേക്ക്, മോഡേൺ ഏജിലേക്ക് പോകുമ്പോൾ, മോഡേൺ കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിച്ചത്? സാധാരണക്കാരുടെ സാധാരണ ജീവിതത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഡ്രാമകളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദിസ് മാർക്ക് എ മേജർ ഷിഫ്റ്റ് ഫ്രം ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമ ടു കണ്ടംപററി ഇന്ത്യൻ തിയേറ്റർ. ഇനി ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഭരതമുനിയും അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രം. ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ തിയേറ്റേഴ്സിനെയും ഡ്രാമയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ നാട്യശാസ്ത്ര പ്രാധാന്യം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഭരതമുനി ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ തിയേറ്റർ. അദ്ദേഹം 500 BC എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് നാട്യശാസ്ത്ര. അതിനകത്ത് 36 അധ്യായങ്ങളുണ്ട്. അതുപോലെ 6000 ശ്ലോകങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സംസ്കൃത ഗ്രന്ഥം ലോകത്തിലെ ആദ്യത്തെ സംഗീത നൃത്ത നാടക ഗ്രന്ഥമാണ്. ഇവിടെ നാട്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് ആൻഡ് ഡ്രാമ, ശാസ്ത്ര മീൻസ് സയൻസ്. ഇതിനകത്തുള്ള ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ആക്ടിങ്, സ്റ്റേജ് ഡിസൈൻ, കോസ്റ്റ്യൂംസ്, മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഓഡിയൻസ് സീറ്റിംഗ്, ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പെർഫോമേഴ്സ് ആൻഡ് ഓഡിയൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്.
പിന്നെ ദ 4 മെയിൻ എലമെൻറ്റ്സ് ഫോർ തിയേറ്റർ സക്സസ്. ഒരു തിയേറ്റർ സക്സസ്സിന് വേണ്ടിയിട്ട് ആവശ്യമായുള്ള 4 എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ഭരതമുനി ആർ സ്പീച്ച്, പോയിട്രി, ഡാൻസ്, മ്യൂസിക്, ആക്ഷൻ ആൻഡ് ഇമോഷൻസ്. അതായത് സംസാരം, കവിത, നൃത്തം, സംഗീതം, ആക്ഷൻ, അതുപോലെ ഇമോഷൻസ്. ഇതെല്ലാം ഒരു തിയേറ്റർ സക്സസ്സിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. Then Natyashastra is an influential as Aristotle's poetics but covers a wide range. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ബുക്കാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്ര. നെക്സ്റ്റ് പറയുന്നത് രസ തിയറി ആൻഡ് അതർ ഏർലി സ്കോളേഴ്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് നാട്യശാസ്ത്ര ഈസ് ദ രസ തിയറി. നാട്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ ഒരു രസ തിയറി എന്ന് പറയുന്നത്. രസ മീൻസ് ജ്യൂസ് ഓർ ഇമോഷണൽ എസെൻസ്. ഇപ്പോൾ രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമോഷൻസിനെ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസിനെ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്. ഭരത ഐഡൻറ്റിഫൈഡ് 8 രസാസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ഭാവാസ്. അതായത് 8 രസങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാവാസും ആണ് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. സോ രസ ഈസ് ദ ഡോമിനൻറ്റ് ഇമോഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഓഡിയൻസ് ആൻഡ് ഭാവ ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ലീഡ്സ് ടു ഇറ്റ്. അതായത് ഇപ്പോൾ ഒരു തിയേറ്ററിലൊരു സംഭവം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഇമോഷൻസിനെയാണ് നമ്മൾ രസ എന്ന് പറയുക. അതുമാത്രമല്ല ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതിലേക്ക് എത്തിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡിനാണ് നമ്മൾ ഭാവ എന്ന് പറയുന്നത്. അതായത് ഭാവമാണ് മനസ്സിൻ്റെ അവസ്ഥ, അതിൽ നിന്നാണ് ഈ രസ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കലയുടെ ലക്ഷ്യം ജസ്റ്റ് ഒരു വിനോദം മാത്രമല്ല, പ്രേക്ഷകരെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു ആത്മീയ ധാർമ്മിക ബോധം ഉണർത്തുക എന്നുള്ളതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രസ തിയറി എന്ന് പറയുന്നത് ഇന്ത്യൻ നൃത്തം, അതുപോലെ സംഗീതം, സാഹിത്യം, സിനിമ എന്നിവയൊക്കെ പിന്നീട് സ്വാധീനിച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് എഴുതുന്ന രീതിയിലേക്ക് വഴിമാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പതഞ്ജലി, ഫാദർ ഓഫ് യോഗ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് യോഗസൂത്രാസ്, മഹാഭാഷ്യ, പതഞ്ജല തന്ത്രാസ് ഓൺ മെഡിസിൻ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതുപോലെ എളി പ്ലേസ് ആയിട്ടുള്ള കംസവധ, ബാലിബന്ധത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഭാസ ആൻഡ് കാളിദാസ, മാസ്റ്റേഴ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. 3rd and 4th സെഞ്ച്വറിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്നാണ്. ഇപ്പോൾ 1913 തിരുവനന്തപുരത്തൊരു പുരാതന ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ 13 നാടകങ്ങളുടെ ഒരു കയ്യെഴുത്ത് പ്രതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രധാന കൃതികളായിട്ട് പറയുന്നത് സ്വപ്നവാസവദത്തം, പ്രതിജ്ഞ, യൗഗന്ധാരായണം, കർണഭാരം, ഒരുഭംഗം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. നെക്സ്റ്റ് പറയുന്നത് കാളിദാസ. ഗുപ്തകാലത്ത് കാളിദാസൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. ഏറ്റവും മഹാനായ ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ഹിസ് 6 മേജർ വർക്ക്സ് ആർ അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, രഘുവംശം, കുമാരസംഭവം, മേഘദൂത്. ഇതിനകത്ത് ശാകുന്തളമാണ് ഏറ്റവും പ്രസിദ്ധമായ വർക്ക്. അപ്പോൾ കാളിദാസൻ അതിനെ പ്രണയകാവ്യമാക്കി ധർമ്മം, പ്രകൃതി, ആദർശ ജീവിതം എന്നിവയൊക്കെ അതിലൂടെ ചിത്രീകരിച്ചു. ഇനി മേഘദൂത് വടക്കേ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു ഗാനകാവ്യമാണ്. പിന്നെ അഭിജ്ഞാന ശാകുന്തളത്തിലെ ദുഷ്യന്തനും ശകുന്തളയും, അവർക്ക് ജനിച്ച മകനാണ് ഭരതൻ. അപ്പോൾ വളരെ ധൈര്യശാലിയായ നീതിമാനായ ഒരു ഭരണാധികാരി രാജാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഇന്ത്യക്ക് ഭാരതവർഷം എന്ന പേര് ലഭിച്ചു എന്നുള്ള കഥയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഭാവഭൂതി. അദ്ദേഹം AD 700 ജനിച്ചു. വിദർഭയിലെ ബ്രാഹ്മണനും കനൗജിലെ രാജാവ് യശോവർമ്മൻ്റെ സദസ്സിലെ കവിയുമാണ് അദ്ദേഹം. ഹിസ് പ്ലേസ് മാച്ച് കാളിദാസ ഇൻ പ്ലോട്ട് സസ്പെൻസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഈ പ്ലോട്ട് സസ്പെൻസിലും ക്യാരക്ടറൈസേഷനിലുമൊക്കെ ഇദ്ദേഹം കാളിദാസനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഹിസ് 3 മേജർ പ്ലേസ് ആർ മഹാവീരചരിത, മാലധി മാധവം, ദെൻ ഉത്തര രാമചരിതം. ഇതിലെ മഹാവീരചരിത എന്ന് പറയുന്നത്, മഹാവീരചരിതം രാമായണത്തിൻ്റെ ആദ്യ ഭാഗമാണ്. അതായത് സീതാ സ്വയംവരം മുതൽ രാവണവധം വരെയാണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് മാലധി മാധവ. ഇതിനകത്ത് മാലതിയും മാധവനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ തടസ്സങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ പറയുന്നത് ഉത്തമരാമചരിത.
രാമനും സീതയും പുനഃസംഗമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സീതാത്യാഗത്തിൻ്റെ കഥ വളരെ ഭംഗിയായിട്ട് ഭാവവതി അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മഹാവീര ചരിത വീര കഥകളാണ്. അതുപോലെ മാലതി മാധവ ഒരു പ്രണയകഥയാണ്. ഉത്തര രാമചരിത കരുണരസമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് അദ്ദേഹം നല്ല മനോഹരമായിട്ട് രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് അലങ്കാരങ്ങളും ഉപമകളൊക്കെ നിറഞ്ഞ ഒരു കാവ്യശൈലിയുടെ മാസ്റ്ററാണ് അദ്ദേഹം. ടുഗെദർ ഭരതമുനി, ഭാസ, കാളിദാസ ആൻഡ് ഭാവഭൂതി ലേ ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ തിയേറ്റർ ആൻഡ് ഡ്രാമ. അപ്പോൾ ഇവരെല്ലാം ചേർന്നാണ് ഇന്ത്യൻ ക്ലാസിക്കൽ നാടകത്തിനൊരു അടിത്തറ പാകിയത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 17th സെഞ്ച്വറി മുതൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോക്നാട്യം, അതായത് ജനകീയ നാടകം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും സ്വന്തം സംസ്കാരത്തിനനുസരിച്ചിട്ട് പുതിയ നാടക രൂപങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ സംസ്ഥാനങ്ങളും അത് ഏതാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓർത്ത് വെച്ചിട്ട് ഓർമ്മയുള്ള അത്രയും തെറ്റാതെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഡ്രാമ ആൻഡ് 3 phases. ആധുനിക ഇന്ത്യൻ നാടകങ്ങളും അതിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോഡേൺ ഇന്ത്യൻ ഡ്രാമ began in the 18th century with British influence. English education led to the study of both Western and classical Indian drama. അതായത് 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സ്വാധീനത്തോട് കൂടിയിട്ടാണ് ആധുനിക ഇന്ത്യൻ ഡ്രാമയുടെ തുടക്കം, ആധുനിക ഇന്ത്യൻ നാടകത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇങ്ങനെ പാശ്ചാത്യ ക്ലാസിക്കൽ ഇന്ത്യൻ നാടക പഠനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. According to Rakesh Solomon, there are 3 phases. First one, Orientalist phase, late 18th century with Indology. High nationalist phase, early 20th century. Post-colonial phase after 1947. ഈ മാറ്റങ്ങളുടെ തുടക്കം എന്നാണ് ബ്രിട്ടീഷുകാർ ആദ്യ തിയേറ്ററുകളൊക്കെ നിർമ്മിച്ചു. പ്ലേ ഹൗസ്, കൽക്കട്ട തിയേറ്റർ, ബോംബെ തിയേറ്റർ. പിന്നെ ദ ഇൻട്രൊഡ്യൂസ്ഡ് എ പ്രസീനിയം ആർച്ച് ആൻഡ് എ ഡ്രോപ്പ് കർട്ടൻ. അതായത് ഇപ്പോൾ പ്രസൻറ്റേഷനിലും പെർഫോമൻസിൻ്റെ സ്റ്റൈലും എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേ യൂസ് ടു ഹ്യൂമനൈസ് ഇന്ത്യൻസ് ആൻഡ് ടീച്ച് ബെറ്റർ കൾച്ചർ. ഇവിടെ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സും കൂടി ഇത് ഉപയോഗിച്ച് തുടങ്ങിയതോട് കൂടിയിട്ട് ഇങ്ങനെ നാട്ടുകാരെ നാഗരികരാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ തന്നെയാണ് മോഡേൺ ഇന്ത്യൻ ഡ്രാമയുടെ വികസനത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് പറയുന്നത് ആൻറ്റി കൊളോണിയൽ തിയേറ്റർ ആൻഡ് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ. അതായത് കൊളോണിയൽ വിരുദ്ധ നാടകവും ആദ്യ ഇന്ത്യൻ ഇംഗ്ലീഷ് നാടകവും, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1857 സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ ഇൻഡിഗോ കലാപത്തിനും ശേഷം ഈ ഡ്രാമകളെല്ലാം ഒരു കൊളോണിയൽ വിരുദ്ധ പ്രചാരണ ആയുധമാക്കി. അപ്പോൾ അവിടെ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ എതിർക്കാനുള്ളൊരു മാർഗമാക്കി ഡ്രാമയെ ഉപയോഗിച്ചു എന്ന്. എക്സാമ്പിളാണ് ദീനബന്ധു മിത്രയുടെ നീൽ ഡ്രേപ്പൺ. അത് എബൌട്ട് ഇൻഡിഗോ ഫാമേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ വാസ് എ ടേണിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ദീനബന്ധു മിത്രയുടെ നീൽ ഡ്രേപ്പൺ എന്ന് പറയുന്ന ഡ്രാമ ഇൻഡിഗോ കർഷകരുടെ ചൂഷണത്തിനെ കുറിച്ച് പറഞ്ഞത് ഒരു വഴിത്തിരിവായി മാറി. പിന്നെ അതിന് ശേഷം വരുന്ന എക്സാമ്പിൾസ് അത് പ്ലേ റൈറ്റ്സ് ലൈക്ക് മൻമോഹൻ ബോസ്, ഗിരീഷ് ചന്ദ്ര ഘോഷ്, ദക്ഷിണ ചരൺ ചതോപാധ്യായ്, ഇവരുടെ വർക്കുകളൊക്കെ പിന്നെ അങ്ങനെയാണ് ഡ്രാമകളൊക്കെ അത്തരം മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ചില സാമൂഹിക പ്രശ്നങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഗ്രേറ്റ് നാഷണൽ തിയേറ്ററിലൊക്കെ വന്നതോട് കൂടിയിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഡ്രമാറ്റിക് പെർഫോമൻസ് സെൻസർഷിപ്പ് ആക്ടുകളൊക്കെ കൊണ്ടുവന്നു. പിന്നീട് ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമകൾ 1831 കൃഷ്ണമോഹൻ ബാനർജിയുടെ ദ പെർസിക്യൂട്ടഡ് എന്ന് പറഞ്ഞ ഒരു ഡ്രാമ വന്നു. അപ്പോൾ മൈക്കിൾ മധുസൂദൻ ദത്തൻ്റെ ബംഗാളി നാടകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീട് കിർലോസ്കർ മറാഠിയിൽ സുഭദ്ര, അതുപോലെ മലയാളത്തിൽ ശാകുന്തള എന്നിവയൊക്കെ അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മോഡേൺ ഡ്രാമയുടെ വളർച്ചയിലേക്ക് ഉള്ള പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് 1831 KM ബാനർജിയുടെ ദ പെർസിക്യൂട്ടഡിലൂടെയാണ്. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് എന്ത് സംഭവിച്ചു? ദ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വാസ് സെറ്റപ്പ്.
UNESCO Theatre and groups like People's Theatre of India and IPTA 1942 promoted folk and local dramas in Calcutta, Madras and Bombay. അതിനുശേഷം ഇന്ത്യൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സ് ഇനീഷ്യലി റിലൈഡ് ഓൺ വെസ്റ്റേൺ മോഡൽസ്. ആദ്യകാലത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സുകളെല്ലാം പാശ്ചാത്യ മാതൃകയെ ആശ്രയിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ശ്രീ ഓരോബിന്ദു ആൻഡ് ടാഗോർ were influenced by Elizabethan drama, മോഡേൺ സാൻസ്ക്രിറ്റ് ഓഫ് ഫോക്ക് തിയേറ്റർ. അപ്പോൾ സാൻസ്ക്രിറ്റ് ഡ്രാമയും ഫോക്ക് തിയേറ്ററിനേക്കാൾ കൂടുതലായിട്ട് എലിസബത്തൻ ഡ്രാമയാണ് ശ്രീ ഓരോബിൻ്റെയും ടാഗോറും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ എലിസബത്തൻ ഡ്രാമ എന്ന് പറയുമ്പോൾ ഷേക്സ്പിയർ നാടകങ്ങളെയാണ് കൂടുതലായിട്ടും ഇവരെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗിരീഷ് കർനാഡ്, മോഡേൺ പ്ലേ റൈറ്റ്സ് ലൈക്ക് ഗിരീഷ് കർനാഡ്, വിജയ് ടെണ്ടുൽക്കർ, ഹബീബ് തൻവീർ ആൻഡ് ബദൽ സർക്കാർ developed a new Indian theatrical perception by combining tradition, folk forms and contemporary issues. അപ്പോൾ അതിന് ശേഷം പിന്നീട് വന്ന റൈറ്റേഴ്സ് എല്ലാം നാടോടി രൂപങ്ങളും ആധുനിക പ്രശ്നങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് പുതിയ ഇന്ത്യൻ ഡ്രാമയുടെ ആ രീതി സൃഷ്ടിച്ചെടുത്തു. ഇന്ത്യൻ ഡ്രാമയുടെ യഥാർത്ഥ രീതിയിലേക്ക് പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യൻ ഡ്രാമ ലോക്നാട്യത്തിൽ നിന്ന് കൊളോണിയൽ നാടകത്തിലൂടെ ആധുനിക സ്വാതന്ത്ര്യാനന്തര നാടകത്തിലേക്ക് വളർന്നു വന്നു. അപ്പോൾ ഇനി ചില ടൈപ്സ് ഓഫ് ഡ്രാമയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നത് സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ. വിക്ടർ ടേണർ ഡിഫൈൻസ് സോഷ്യൽ ഡ്രാമ ആസ് എ സീക്വൻസ് ഓഫ് കോൺഫ്ലിക്റ്റീവ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് വിത്ത് 4 stages: ബ്രീച്ച്, ക്രൈസിസ്, റിഡ്രസീവ് ആക്ഷൻ ആൻഡ് റീഇൻറ്റഗ്രേഷൻ. അതായത് വിക്ടർ ടേണർ പറയുന്നുണ്ട് സോഷ്യൽ ഡ്രാമ എന്ന് പറയുന്നത് സംഘർഷാത്മകമായ സാമൂഹിക ഇടപെടലുകളുടെ ഒരു ശ്രേണിയാണ്. അതായത് സമൂഹത്തിലുണ്ടാക്കുന്ന സംഘർഷങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രാമയാണ് സോഷ്യൽ ഡ്രാമ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ 4 ഘട്ടങ്ങളാണുള്ളത്: ലംഘനം, പ്രതിസന്ധി, പരിഹാര നടപടി, പുനരേകീകരണം. അതായത് ബ്രീച്ച്, ക്രൈസിസ്, റിഡസീവ് ആക്ഷൻ ആൻഡ് റീഇൻറ്റഗ്രേഷൻ. അതായത് സമൂഹത്തിൽ നടക്കുന്ന സംഘർഷങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രാമയാണ് സോഷ്യൽ ഡ്രാമ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 4 സ്റ്റേജസിന് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായി. ഒരു ഫാമിലിയിലെ 2 ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ബ്രീച്ച് എന്ന് പറയണം. ക്രൈസിസ് എന്ന് പറയുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ ഫാമിലിയിൽ 2 വിഭാഗങ്ങളെ ഉണ്ടാക്കുന്നു. അതാണ് ക്രൈസിസ്. റിഡസീവ് ആക്ഷൻ എന്ന് പറയുന്നത് വേറൊരാൾ, സമൂഹത്തിലെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഫാമിലിയിലെ മറ്റൊരു മെമ്പറോ വന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട്. അതാണ് റിഡസീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് റീഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴിത്തിരിവുണ്ടാക്കും. അതാണ് റീഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രാമയാണ് സോഷ്യൽ ഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമൂഹിക നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ ഡ്രാമകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കഥാപാത്രങ്ങൾ അതിനെ അതിജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് റിയലിസം പോലെയല്ല. ഇപ്പോൾ മെയിനായിട്ട് അതർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ഇഷ്യൂസ് ലൈക്ക് ഇൻ്റർകാസ്റ്റ് മാരേജ്, വയലൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, റിഫോറസ്റ്റേഷൻ ടു ക്രിയേറ്റ് സോഷ്യൽ അവെയർനെസ്. സോഷ്യൽ തിയേറ്റേഴ്സ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലബ്സ് ഇനാക്ട് ദീസ്. അപ്പോൾ ഇത് സ്കൂളുകളിലും ക്ലബ്ബുകളിലുമൊക്കെ ഇത്തരം നാടകങ്ങൾ നടത്തുന്നുണ്ട്, ഒരു അവെയർനെസ് പ്രോഗ്രാം എന്നതുപോലെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. ഹിസ്റ്റോറിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ചരിത്ര നാടകം എന്ന് പറയുന്നത് മിഡിൽ ഏജസിൽ നടക്കുന്നത് പോലെയാണ്. ഇറ്റ് മേ യൂസ് റിയൽ പീപ്പിൾ ഓർ ഇവൻറ്റ്സ്. ഷേക്സ്പിയേഴ്സ് ജൂലിയസ് സീസർ ഈസ് എൻ എക്സാമ്പിൾ. ഇന്ത്യയിൽ ഗിരീഷ് കർനാഡ്, മോഹൻ രാഗേഷ് ആൻഡ് ജയശങ്കർ പ്രസാദ് ദേ യൂസ്ഡ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ടു പോർട്രേ ഇന്ത്യൻ ഹിസ്റ്ററി. അതായത് ചരിത്ര സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ചരിത്രം അവതരിപ്പിക്കുക. പക്ഷെ ഇത് ഈ ഫാക്റ്റും ഫാൻറ്റസിയും കൂട്ടിക്കിളർത്തി എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അമച്വർ തിയേറ്റർ ആൻഡ് അമച്വർ കന്നഡ തിയേറ്റർ. അമച്വർ തിയേറ്റർ ഈസ് പെർഫോംഡ് ബൈ അൺപെയ്ഡ് ആക്ടേഴ്സ് ആൻഡ് സിംഗേഴ്സ് ഫോർ സോഷ്യൽ ആൻഡ് എസ്തെറ്റിക് പർപ്പസ്. സാമൂഹിക പ്രവർത്തനം അതുപോലെ കലാപരമായ മൂല്യത്തിനൊക്കെ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതാണ് ഈ അമച്വർ നാടകം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളുകൾ അതുപോലെ കമ്മ്യൂണിറ്റി സെൻറ്ററുകളിലൊക്കെയാണ് സാധാരണ ഇത് നടത്താറുള്ളത്. മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത് സമൂഹ നിർമ്മാണത്തിന് ഇത് സഹായിക്കുന്നു എന്നുള്ളത്. ഇവിടെ സംവിധായകർ, നൃത്ത സംവിധായകർ പോലുള്ളവർക്ക് പ്രതിഫലം നൽകും. പിന്നെ അമച്വർ കന്നഡ നാടകങ്ങൾ അല്ലെങ്കിൽ അമച്വർ
കന്നഡ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് വാണിജ്യവൽക്കരണത്തിൽ നിന്ന് സ്റ്റേജിനെ മോചിപ്പിക്കാൻ. ദെൻ ഇറ്റ് വാസ് ലോജിക്കൽ, റിയലിസ്റ്റിക്, ടെക്സ്റ്റ് ബേസ്ഡ്. അതുപോലെ മ്യൂസിക്കും കോസ്റ്റ്യൂംസൊക്കെ വളരെ കുറവാണ്. ഇവിടെ മറ്റുള്ള പ്രൊഫഷണൽ നാടകത്തിന് വ്യത്യസ്തമായിട്ട് യുക്തിപരം, യാഥാർത്ഥ്യബോധമുള്ളതും ടെക്സ്റ്റ് അധിഷ്ഠിതവുമായിട്ടുള്ളതാണ്. വേഷം സംഗീതമൊക്കെ കുറവാണ്ടാവുക. പിന്നെ അതിനുശേഷം അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് പിന്നീട് പുതിയ ഫോംസുകളാണ് ഇമൈം, ഷാഡോ പ്ലേ, റേഡിയോ പ്ലേസ് ഒക്കെ പിന്നീട് അങ്ങനെ വന്നതാണ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുരാണ ചരിത്ര വിഷയങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് സാമൂഹിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആ ഒരു രീതിയിലേക്ക് വളർന്നു വന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും സമൂഹത്തിൽ വന്നു. നെക്സ്റ്റ് പറയുന്നത് സ്ട്രീറ്റ് തിയേറ്റർ ആൻഡ് IPTA. Street theatre performed in public spaces like markets and campuses for any audience. It uses short plays, loud actions, humor and popular songs. Then ഇത് പൊതുസ്ഥലങ്ങളിലാണ് നടക്കുക. മാർക്കറ്റ്, ക്യാമ്പസ് പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ചെറിയ നാടകങ്ങളാണ്. അതുപോലെ നർമ്മമുണ്ടാവും, ജനപ്രിയ ഗാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ടും സ്ട്രീറ്റ് തിയേറ്റേഴ്സ് പിന്നീട് യൂസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പറയുന്നത് IPTA, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനാണ്. 1942 ഫോം ചെയ്യുന്നത് ഡ്യൂറിങ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇറ്റ് എയിം ടു ബ്രിങ് തിയേറ്റർ ടു പീപ്പിൾ ആൻഡ് ക്രിയേറ്റ് അവയർനെസ് എബൌട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ജനങ്ങളിലേക്ക് നാടകം എത്തിക്കാനും സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുമാണ് ഇത്തരം IPTA ലക്ഷ്യം. ഫൗണ്ടഡ് ബൈ KA അബ്ബാസ്, ഡോക്ടർ ബാബ, അലി സർദാർ ജെഫ്രി അവരൊക്കെയാണ്. ഇറ്റ് ബിക്കം എ നാഷണൽ വൈഡ് മൂവ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സിനിമ, മ്യൂസിക് ആൻഡ് തിയേറ്റർ. ദെൻ കീ പ്ലേ റൈറ്റ്സ് ആൻഡ് ഓവർവ്യൂ. മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ ഇൻക്ലൂഡ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, KM ബാനർജി, MM ദത്ത്, ശ്രീ ഔരോബിന്ദു, ടാഗോർ, HN ചതോപാധ്യായ്, ഗിരീഷ് കർണാട്, വിജയ് ടെണ്ടുൽക്കർ, പദൽ സർക്കാർ, സഫ്താർ ഹാഷ്മി, മഹേഷ് ദത്താനി ആൻഡ് മഹേശ്വര ദേവി. ഇപ്പോൾ ചുരുക്കത്തിൽ വേദകാലത്ത് തുടങ്ങി ഇന്ത്യൻ ഡ്രാമ ക്ലാസിക്കൽ ഡ്രാമയിലൂടെ വളർന്നിട്ട് 15th century വരെ എത്തി. അവിടെ ഇൻവേഷനോട് കൂടി അതിൽ ക്ഷയിച്ചു. പിന്നീട് കൊളോണിയൽ കാലത്ത് വീണ്ടും അതിന് പുനർജീവൻ നൽകി. വില്യം ജോൺസ് വിവർത്തനം ചെയ്ത കാളിദാസൻ്റെ ശകുന്തള ബ്രിട്ടനിൽ പ്രസിദ്ധമായി. പിന്നെ 1850 ശേഷമാണ് ബംഗാൾ, കർണാടക, കേരളം എന്നിവിടങ്ങളിലെ ആധുനിക നാടകം വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാടക ചരിത്രത്തെ അത് സമ്പന്നമാക്കാൻ സഹായിച്ചു. ഇന്ന് സാമൂഹിക ചരിത്ര, അമച്ചു, തെരുവ്, ജനകീയ നാടകങ്ങളൊക്കെ സമൂഹത്തെ പ്രതിഫലിപ്പിക്കാനും മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നാടകത്തിന്, ഡ്രാമയ്ക്ക് എന്ത് പ്രാധാന്യമാണ് പിന്നീട് മോഡേൺ ഏജിൽ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആദ്യത്തെ കാലം മുതലുള്ള ഡ്രാമയും ക്ലാസിക്കൽ ഡ്രാമ മുതൽ മോഡേൺ ഡ്രാമ വരെയുള്ള ചരിത്രമാണ്. അതിനകത്തുള്ള എല്ലാ മാറ്റങ്ങളും അതുപോലെ റൈറ്റേഴ്സും അവരുടെ വർക്കുകളും പെർഫോമൻസ് സ്റ്റൈലുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.